ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് മൂലം ഒരുപാട് ആളുകൾക്ക് അലർജീസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ പലരും അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈ വാങ്ങാൻ നോക്കാറുണ്ട്. എന്നാൽ ഈ അമോണിയേക്കാൾ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഈ ഹെയർ ഡൈയിലുണ്ട്. അതാണ് PPD, പാരാഫിൻലൈൻ ഡൈമീൻ. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹെയർ ഡൈക്ക് ബ്ലാക്ക് കളർ നൽകുന്നത്. ഇത് ബ്ലാക്ക് കളർ മാത്രമല്ല തരുന്നത്, സിവിയർ ആയിട്ടുള്ള അലർജീസ് ഉണ്ടാവാനായിട്ടും അതേപോലെ തന്നെ മുഖത്തും ശരീരത്തും പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനായിട്ടും ഒക്കെ കാരണമാകും. സോ നിങ്ങൾ ഹെയർ ഡൈ വാങ്ങുമ്പോൾ അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈ മാത്രമല്ല വാങ്ങേണ്ടത്, PPD ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് മൂലം അലർജീസ് ഉണ്ടാകുന്നവർക്കും അതേപോലെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മുഖത്ത് പിഗ്മെൻറ്റേഷനും അതേപോലെ ഡൾനെസ്സും ഒക്കെ ഉണ്ടാകുന്നവർക്ക് വേണ്ടി വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: 50 വയസ്സ് കഴിഞ്ഞവർ മുടി കറുപ്പിക്കുന്നതും മേക്കപ്പ് ഇടുന്നതുമൊക്കെ വളരെ അരോചകമാണ്. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു, ഞാൻ ഇതുവരെ മുടി കറുപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല എന്നുള്ള രീതിയിൽ. എനിക്ക് അതിൽ പറയാനുള്ളത് വളരെ റിഗ്രസീവായിട്ടുള്ള, വളരെ പിന്തിരിപ്പനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണത്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് മറ്റൊരാളുടെ അഭിപ്രായത്തെ നോക്കിയോ മറ്റൊരാളുടെ ഇഷ്ടത്തെ നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ ആയിക്കൊള്ളട്ടെ. അവർക്ക് മുടി കറുപ്പിക്കുവാനോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാനോ ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകൾക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ പോകാറുണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നരച്ച മുടി ഒന്ന് കറുപ്പിക്കാനും കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്യുവാനും സ്കിൻ കെയർ ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ടാകും. പക്ഷേ ചുറ്റിലുമുള്ളത് ഇതേ കാഴ്ചപ്പാടുള്ള കുറച്ച് മനുഷ്യരാവും. അവർ എല്ലായ്പ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ഇത്ര വയസ്സായില്ലേ എന്ന്, 40 വയസ്സായില്ലേ, അല്ലെങ്കിൽ 50 വയസ്സായില്ലേ, 60 വയസ്സായില്ലേ, അങ്ങനെയുള്ള സ്ത്രീകൾ ഇങ്ങനെ വേണം നടക്കാനായിട്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ത്രീകളെ, അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ വല്ലാതെ അടിച്ചമർത്തുന്നുണ്ട്. എനിക്ക് ഇത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യം, കുറച്ചുകൂടെയൊക്കെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുക. നമുക്ക് ഇപ്പോൾ 40 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 60 വയസ്സാവട്ടെ, നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്നും നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നും നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടതെന്നും ഒക്കെ തീരുമാനിക്കാനുള്ള മുഴുവൻ അവകാശങ്ങളുമുള്ളത് നമുക്ക് മാത്രമാണ്. അതിൽ മറ്റൊരാൾക്ക് ഇടപെടാനുള്ള യാതൊരു റൈറ്റ്സുമില്ല. അത് നമ്മുടെ അവകാശമാണ്, നമ്മളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. നിങ്ങളുടെ അത്തരത്തിലുള്ള ഇഷ്ടങ്ങളിലേക്ക് ഇടപെടാൻ ആരെയും അനുവദിക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യാതൊരു കെമിക്കൽസും ചേർക്കാത്ത വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഡൈ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം മുടി വളർച്ചയ്ക്കും മുടി കറക്കുവാനും മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കുവാനും ഡാൻഡ്രഫ് ഒക്കെ പോകുവാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇത് ആൻറ്റി ബാക്ടീരിയലാണ്. സോ സ്കാൽപ്പിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുവാനായിട്ട് ഈ കരിഞ്ജീരകം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്ത കരിഞ്ജീരകമാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉലുവയാണ്. ഉലുവ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഡാൻഡ്രഫിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ ഒരു പ്രിമച്വർ ഗ്രേയിങ്ങിനെയൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുവാനായിട്ട് ഉലുവ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് ആവശ്യമുള്ളത് ഉലുവയാണ്. ഇനി മൂന്നാമതായിട്ട് ഈ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കാപ്പൊടിയാണ്. ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്ക് ലഭിക്കുന്നതാണ്. നെല്ലിക്കാപ്പൊടി മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ മുടിക്ക് നല്ല കട്ടി വരാനായിട്ടും മുടിക്ക് നല്ല തിളക്കം കിട്ടുവാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കി മുടിയുടെ വേരുകളെ നല്ല രീതിയിൽ ശക്തമാക്കാനായിട്ട് ഈ നെല്ലിക്കാപ്പൊടിക്ക് സാധിക്കും. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അത് ഇനി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഒരു പാനിലേക്ക് ഒരു 4 ടീസ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉലുവ കൂടി ആഡ് ചെയ്യുക. നമ്മൾ എത്രയാണോ കരിഞ്ജീരകം എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി വേണം ഉലുവ എടുക്കാനായിട്ട്.
അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉലുവ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതൊരു ബ്രൗൺ കളറിലേക്ക് വരും. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 3 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി ഈ പാനിലേക്കിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളതൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട്. പിന്നീട് നമുക്ക് ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഉലുവയുടെയും കരിഞ്ജീരകത്തിൻ്റെയും ആ പൊടിയിലേക്ക് നമ്മുടെ ഈ നെല്ലിക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തേയില വെള്ളമാണ്. 1 ഗ്ലാസ് വെള്ളത്തിന് ഒരു 2 ടീസ്പൂൺ തേയിലപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നല്ല കടുപ്പത്തിൽ വേണം നമ്മൾ ഈ തേയില വെള്ളം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പൊടിയിലേക്ക് നമ്മളിത് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒരുപാടങ്ങ് വെള്ളം പോലെ ആയിപ്പോവേണ്ട. തലയിൽ തേക്കുന്ന സമയത്ത് ഒഴുകി പോകുന്ന ഒരു രീതിയിലാവരുത്. കുറച്ച് കുറുക്കി വേണം നമ്മളത് എടുക്കാനായിട്ട്. അങ്ങനെ ഇതൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു നൈറ്റ് മുഴുവൻ വെച്ച് പിറ്റേ ദിവസം നമ്മുടെ ഗ്രേ ഹെയറിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ തലമുടിയിലെല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട. സാധാരണ തണുത്ത വെള്ളത്തിൽ മാത്രം നിങ്ങൾ വാഷ് ചെയ്യുക. ഇതാണ് ഒരു റെമഡി. ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം മെയ്ഡ് ഡൈ ആണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നത്, അതും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കടുകാണ്. കടുക് നമ്മുടെ കറിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചേരുവയല്ല, മറിച്ച് അത് നമ്മുടെ മുടിക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. മുടി വളർച്ചയ്ക്കും മുടി കട്ടിയാകുന്നതിനും പ്രിമച്ചർ ഗ്രേയിങ്ങിനെയൊക്കെ തടയുന്നതിനും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കുന്നതിനുമൊക്കെ ഈ കടുക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളതാണ്. നമ്മുടെ പറമ്പുകളിലൊക്കെ കാണുന്ന നമ്മുടെ കറിവേപ്പിലയാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് കറിവേപ്പില. ഇതിൽ വൈറ്റമിൻ ബി ഉണ്ട്, ബീറ്റാ കരോട്ടിൻ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്കാൽപ്പിലെ മെലാനിന് സ്റ്റിമുലേഷൻ നൽകുകയും അതുവഴി പ്രിമച്ചർ ഗ്രേയിങ്ങിനെയൊക്കെ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഹെയർ ഫോൾ കുറയ്ക്കുന്നതിനും ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഡ്രൈനെസ് ഒക്കെ ഇല്ലാതാക്കുന്നതിനും ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നീക്കം ചെയ്യുന്നതിനുമൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിവിടെ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 5 ടീസ്പൂൺ കടുക് എടുക്കുക. എന്നിട്ട് ഇതൊരു പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അത് കുറച്ച് സമയം നമ്മൾ ഇതിൽ വെച്ച് ചൂടാക്കുമ്പോഴത്തേനും ഈ കടുകുകളൊക്കെ നല്ല രീതിയിൽ പൊട്ടും. ഈ കടുകുകൾ പൊട്ടി നല്ലൊരു കറുത്ത നിറത്തിലേക്ക് ഇത് വരണം. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ഇത് മാറ്റി നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പിടി കറിവേപ്പില എടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി കറിവേപ്പില എടുത്തിട്ട് ഇതേപോലെ പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും അത് ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ടാകും. ഈ ഇല നല്ല രീതിയിൽ പൊടിയുന്ന ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ കടുകും ഈ കറിവേപ്പിലയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു തരി പോലും ഇല്ലാത്ത വിധം നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മളിത് അരിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ പൗഡർ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു 3 ടീസ്പൂൺ ഈ ഒരു പൗഡർ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഒന്നുകിൽ നല്ലെണ്ണ ആഡ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങളുടെ നരച്ച മുടിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ നിങ്ങൾ ഇതൊരു 3-4 പ്രാവശ്യം അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്കുണ്ടാവുന്നതാണ്.
അങ്ങനെ നിങ്ങളൊരു 1 മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല ഒരു രീതിയിൽ നിങ്ങളുടെ ഗ്രേ ഹെയർ എല്ലാം മാറി നിങ്ങളുടെ കറുത്ത മുടിയിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ 1 തവണ വീതം പിന്നീട് അപ്ലൈ ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാനായിട്ട് പാടില്ല. മറിച്ച് നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ നിങ്ങളുടെ തലമുടി കഴുകാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെയർ പാക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഹെയർ ഡേ ചെയ്യുമ്പോൾ നമ്മുടെ തലമുടിയുടെ സംരക്ഷണം മാത്രമല്ല നമ്മളുടെ ആരോഗ്യവും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത വളരെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും സ്കിൻ ഇഷ്യൂസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് വളരെ നാച്ചുറലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഹോം മെയ്ഡ് ഡൈകൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഹെയർ ഡൈ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഞാൻ പറഞ്ഞ പല ഹോം റെമഡീസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടി എന്നുള്ള കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള റെമഡീസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.